ഹലോ, ഞാൻ സ്നീസ് ജി രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് സ്റ്റേഷൻ മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥത ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ. ഇപ്പോൾ ഈ യുദ്ധ ഭീഷണിയൊക്കെ വരുമ്പോൾ മനസ്സിനൊക്കെ അസ്വസ്ഥയല്ലേ. യുദ്ധമൊന്നും ഉണ്ടാകാണ്ടിരിക്കട്ടെ. നമുക്ക് റോഡ് വികസനം, ഒത്തിരി കാര്യങ്ങളില്ലേ. നമ്മുടെ കാശ് ഉമ്മ വെടിപൊട്ടിച്ച് എവിടെയായാലും നിരപരാധികളെ മരണപ്പെടണേ, അതാണ് ഏറ്റവും സങ്കടം. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നവരെക്കാളും കൂടുതൽ മരിക്കുമ്പോൾ നിരപരാധികൾ വരും. അപ്പോൾ നമുക്ക് ലോകത്തിൽ ഒരിടത്തും യുദ്ധം വേണ്ട. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ യേശുപ്പ സ്തോത്രം. പ്രളയം വേണ്ട, യുദ്ധം വേണ്ട, ഒന്നും ഇനി എൻ്റെ ദേശത്ത് സാഹസവും എൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും ഞാൻ കാണുകയില്ല, കേൾക്കുകയില്ല. എൻ്റെ മധുരയ്ക്ക് രക്ഷയെന്ന്, എൻ്റെ വാതിലേക്ക് സ്തുതിയെന്നും പേർ പറയും. ആമീൻ ആമീൻ. യശയ്യ 60:18 തോന്നുന്നു. നിങ്ങളെന്നും അത് യശയ്യയിലുണ്ട്. ആ വചനം എന്നും ചൊല്ലണം കേട്ടോ. നമ്മുടെ ദേശത്ത് അങ്ങനെയൊന്നും കേൾക്കണ്ട. എല്ലായിടത്തും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ. യേശു എന്നുള്ള നാമം വാഴട്ടെ. എൻ്റെ അപ്പ. യശയ്യ 35:10. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരിക. ദൈവരാജ്യത്തേട്ട് വരുന്ന കാര്യമാണ്. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ആമീൻ ആമീൻ ആമീൻ. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ആമീൻ. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോവും. ആമീൻ ആമീൻ. എനിക്ക് ദുഃഖവും വേണ്ട, നെടുവീർപ്പും വേണ്ട. എൻ്റെ യേശപ്പൻ്റെ കൂടെ നടന്നാൽ മതി. എൻ്റെ യേശപ്പ എനിക്ക് എപ്പോഴും സന്തോഷിക്കണം. യേശപ്പൻ നിത്യാനന്ദം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞാൽ അടക്കുക. നമ്മൾ എന്തൊക്കെയെങ്കിലും തരാൻ മതിയായവൻ. യേശപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾ നോക്കി 1000 റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വോച്ചറുണ്ട്. അതെപ്പോഴും എല്ലാ ദിവസത്തെ വീഡിയോയിലും ഉണ്ട്. പിന്നെ നമുക്കിടെ അക്ഷയ തൃതീയയ്ക്ക് നമ്മുടെ കടയിൽ ഒത്തിരി ഓഫറുണ്ട്. ഏപ്രിൽ 30 മുതൽ മെയ് 10 വരെ ഫെസ്റ്റാണ്. രേവതി ഫെസ്റ്റ്, ഗോൾഡ് ഫെസ്റ്റ്. ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട്. നമ്മൾ ഡയമണ്ടിൻ്റെ എക്സിബിഷൻ 7 ദിവസം നടക്കുന്നുണ്ട്. അതെല്ലാ ദിവസങ്ങളിൽ പെട്ട. അപ്പോൾ നിങ്ങളെല്ലാം ഒത്തിരി പേര് അത് കണ്ടിട്ട് ഡയമണ്ട്സും ഇതൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. എക്സിബിഷൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കി വെച്ച് മാറ്റി വെച്ചിട്ട് പോയേക്കണം അക്ഷയ തൃതീയയ്ക്ക് എടുക്കാൻ. അപ്പോൾ എല്ലാവരും വരിക. നമ്മുടെ ബർത്ത്ഡേ ആഘോഷം റബേക്ക സന്തോഷ് ആ നടിയാട്ട തന്നെ. അപ്പോൾ അതിന് അന്നത്തെ ദിവസം ലൈവായിട്ട് അവിടെ ഉള്ളവർക്ക് 5 പേർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടും. ഇങ്ങനെ ഓഫറിൻ്റെ ഒക്കെ പറഞ്ഞാൽ ആ വീഡിയോ മാത്രം ഷെയർ ചെയ്യുന്നവർക്ക് ഒരു ഡയമണ്ട് റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നവരൊക്കെ ഷെയർ ചെയ്തോന്നേ. ആർക്കാ കിട്ടണമെന്ന് അറിയാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി ഓഫറുകൾ എഴുതി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ. ഇപ്പോൾ ഫങ്ഷനുകളല്ലേ, അപ്പടിയാണ് അടിപൊളി സാരികളാട്ടോ. അടിപൊളി. നമുക്ക് എപ്പോഴും ഇപ്പോൾ ഫങ്ഷനൊക്കെ ഈ സാരി നമ്മൾ ആദ്യമായിട്ടാട്ടോ കൊണ്ടുവന്നേക്കണേ. നമുക്കിടെ വില കൂടിയ സിൽക്കിൽ എംബ്രോയ്ഡറി ആട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയ്ഡറി. കനമൊന്നുമില്ല കേട്ടോ, കനേയില്ല. എത്ര ഇതിന്? 3399. റോസ് സിൽക്ക് മെറ്റീരിയലിലാണ് എംബ്രോയ്ഡറി അടിച്ച. ബ്ലൗസ് പ്ലെയിനാണ്. എവിടെ ബുട്ടയുണ്ടോ? ആ, ബ്ലൗസിൽ ഇങ്ങനെ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ബുട്ട. ഈ സാരി ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അത് കാരണം പെട്ടെന്ന് തീരും. ഞാൻ സാമ്പിൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കളർ എടുത്തിട്ടുണ്ട്. 2 കളറാണോ 3 കളറുണ്ടോ? എല്ലാ കളറും എടുത്ത ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ പീച്ചും റെഡിൻ്റെയും ഒക്കെ ഷെയ്ഡേ പോവുള്ളൂ. അത് കാരണം അങ്ങനത്തെ ഷെയ്ഡുകൾ മാത്രം എടുത്തുള്ളൂ. അടിപൊളി സാരിയാണ്. പിന്നെ നമ്മുടെ ടെസറ് ഒരു 2-3 തവണ മുമ്പല്ലേ കാണിച്ചു ഈ ടെസറ്. അപ്പോൾ ഈ ടെസർ കാണിച്ചു, എല്ലാവരും ഇതെടുത്തു. അപ്പോൾ ഇത് തീർന്നു പോയായിരുന്നു. ആ ടെസർ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇച്ചിരി എംബ്രോയ്ഡറിയും പ്രിൻറ്റും ഒക്കെ വ്യത്യാസമുണ്ട്. എത്രയാണ്? 4000 അത്രയാണല്ലേ. 4899. പ്ലെയിൻ ബ്ലൗസ്. ഒറിജിനൽ ടെസറാട്ടോ. മിസ്സിങ് അങ്ങനെയൊന്നുമില്ല. ഒറിജിനൽ ടെസറേ. ഫുൾ ആൻറ്റിക് ഒരു സ്പ്രൈസ് പോലെയുണ്ട് കേട്ടോ. നല്ല സാരിയാണ്. കഴിഞ്ഞ ഓണം വന്നിട്ടപ്പോഴും എല്ലാവരും ഇത് അന്വേഷിച്ച് വന്നു, കൊണ്ടുപോവുകയും ചെയ്തു തീർന്നു.
ടെസറിൻ്റെ പുതിയ മോഡൽ, ഒറിജിനൽ ടെസറിൻ്റെ നല്ല കളർ ചാർട്ടുകളും പല പല ഇതിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാട്ടോ ഈ എംബ്രോയ്ഡറി, ഒരു ആൻറ്റിക് സിൽവർ എംബ്രോയ്ഡറി. കാരണം ഒന്നുമില്ല, ന്യൂജനിനും അല്ലാത്തവർക്കും ഒക്കെ കൊടുക്കാം. ഒരു ന്യൂജൻ ക്രിയേഷൻ പോലെ ഇത് പുതിയ ടെസർ ഉണ്ടാക്കിയേക്കണേ. 4899. അതിൻ്റെ ഇപ്പോൾ കാണിച്ചത് തന്നെ നല്ല പിങ്ക്. ഈ സൈസ് ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ എപ്പോഴും ഏറ്റവും അധികം വിറ്റുപോകണം ടെസർ അന്വേഷിച്ച് നടന്ന് മടുത്തു പോകുന്നു. ഇപ്പോൾ പഴയ ടെസർ തന്നെയായിരുന്നു കിട്ടാനുള്ളൂ. അപ്പോൾ പുതിയ ടെസറിൻ്റെ ന്യൂ ക്രിയേഷനാണ് ഇത്. 2 കൂട്ടർക്ക് കൊടുക്കാം. ന്യൂജനും കഴിഞ്ഞു പോയതിൻ്റെ പക്ഷെ നേരെ വിളിച്ചിട്ടേ ഇല്ല, അങ്ങോട്ട് കസേരയിട്ട് വയ്യ മാറ്റിയിട്ട്. ശരി, അത്രയും പെട്ടെന്ന് നമ്മൾ കാണിച്ച കളറാണോ? അല്ലാതെ എല്ലാം വ്യത്യാസമുണ്ടല്ലേ. കുനിയമ്പിങ്ങിൻ്റെ പല പല ഷെയ്ഡ്, എല്ലാം നല്ല ഷെയ്ഡുകൾ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ വലിയ കിട്ടുമെന്നപ്പോൾ പറക്കി എടുത്തതാണ്. അതിനൊന്നും നല്ല കളേഴ്സ് ഇല്ല. അതുപോലെ ഞാൻ ചെന്ന് പറക്കിയെടുക്കും. ഭയങ്കര പരിചയമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെട്ടുമ്പടി എടുക്കണം. എനിക്കൊക്കെ കയറുന്ന എല്ലായിടത്തും സ്വന്തം കട പോകുന്നില്ല. ഞാൻ പോയി ഇങ്ങനെ എല്ലാം പറക്കി എടുക്കും. എനിക്കിഷ്ടമുള്ള കളർ മാത്രം പോയി പറക്കിയെടുക്കും. 30 വർഷമായിട്ട് കയറുന്നിടത്ത് തന്നെയല്ലേ കയറണേ. 30 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു കെട്ടിൻ്റെ എല്ലാ കളറും എടുക്കണം. 4899 കേട്ടോ. ഒറിജിനൽ ടെസറാണേ, ഒരു മിസ്സിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇത് ബനാറസിൻ്റെ ഒരു അടിപൊളി സാരി ആട്ടോ. ക്രീമിൽ ഇത് ഉടുത്ത് കാണുമ്പോൾ നല്ലതാട്ടോ. ഇങ്ങനെ പല കളറുകൾ ക്രീമിൻ്റെ. ഇനി ഇവിടുത്തെ ഇങ്ങനെ കാണിച്ചാൽ പോരെ, എല്ലാം ഇവിടുത്തെ ഉണ്ടല്ലോ. ഇതേ കണ്ടോ, സോഫ്റ്റ് ബനാറസ് ബോർഡർ, ഉള്ളപ്പടി എംബ്രോയ്ഡറി. ഇതിൻ്റെ വിലയാണ് കാരണമാണ് ഭയങ്കര. ഇത് പെട്ടെന്ന് തീരൂട്ടോ. വെബ്സൈറ്റിൽ ചാടി എടുത്തോ. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ്. 1199 രൂപയുള്ളൂ. നമുക്ക് 90 രൂപയുള്ളൂ. നമ്മൾ ഉടുക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഭയങ്കര ലുക്ക് വരും. ഒന്നാമതെ കോൺട്രാസ്റ്റ് ഈ ഇതിലുള്ള കാരണം ഭയങ്കര ലുക്കാല്ലേ. നിങ്ങൾ കാണിച്ചിട്ടില്ല? ഇതോ 8 മാസം ഇതല്ല കാണിച്ചത്. ഞാൻ ഇത് കണ്ടിട്ടില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഇത് കാണിച്ചിട്ടില്ല. ഇത് അവിടെ നമുക്ക് കാണിച്ച ഡീലർക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത്. ബെറ്റ് ഇത് ഫുള്ള് അവർക്ക് അപ്പം തന്നെ വിറ്റ് തീർന്നു അവർ പറയണ വന്നു എന്ന്. എനിക്ക് പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഡീലറിൻ്റെ ഇത് ഞാൻ ആദ്യമായിട്ട്. ഇനി വേറെ വല്ലവരുടെ കയ്യിൽ നിന്ന് എടുത്തോന്ന് അറിയാൻ പാടില്ല. എന്തായാലും 1190 രൂപയുള്ളൂ. പെട്ടെന്ന് തീരും. നിങ്ങൾ ഇത് പെട്ടെന്ന് എടുത്തു. ഇതിൻ്റെ കളർ ചാർട്ടുകൾ അടിപൊളി കളർ ചാർട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ അയ്യോ ആ പേപ്പർ അതല്ല, പേപ്പർ ഞാൻ പഠിച്ച് പള്ളേക്കളാം. ഇങ്ങനെ 2 വശം ബോർഡർ ഇങ്ങനെ കാണിച്ചാൽ പോരെ. ഇങ്ങനെ എടുത്തിത്താ ഒത്തിരി എടുത്തണ്ട, ചുമ്മാ ഒന്ന്. ഇത് എല്ലാം ഭയങ്കര സോഫ്റ്റ് സാരിയുടെ വിലയ്ക്ക് സെക്കൻഡിനുള്ളിൽ തീരും. ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ എല്ലാം നടുക്ക് ഇങ്ങനെ സെയിം. അരികത്ത കോൺട്രാസ്റ്റ് മാത്രം വ്യത്യാസമുള്ളൂ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇത് ഭംഗിയ ഈ അടിപൊളി സാരി കേട്ടോ. അടിപൊളി സാരി. ബ്ലൗസ് കോൺട്രാസ്റ്റ് അല്ലേ? ആ ക്രീം തന്നെ. എന്നിട്ട് ഈ ബുട്ടയാട്ടോ ബ്ലൗസ് പീസ്. 1190.
അടിപൊളി സാരിയാണ്. ഒത്തിരി കളറുണ്ട്. ഇനി അത് കാരണം തരുമായിരിക്കും. ഒന്നാമത് ഈ ബേജ് വന്നിട്ട് ഇങ്ങനെ കോൺട്രാസ്റ്റ് വരുമ്പേ അടിപൊളി സംഭവം. എടുത്ത് കളയോ? ഞാനിങ്ങനെ സാരി എടുത്തേ എൻ്റെ പൊന്നെ, ഞാൻ കഥ പറയാട്ടോ. ഇതിൻ്റെ അവസാനം ശ്രമിക്കണം കേട്ടോ. ഒരു കഥന കഥ പറയാം. എൻ്റെ സാരി ഫ്രണ്ടിട്ട് കൊടുക്കലിൻ്റെ നിന്ന് പോയൊരു കഥന കഥ പറയാം കേട്ടോ. നിങ്ങൾ ചിരിച്ചിരിച്ചെത്തു. ആ സാരി എല്ലാം നല്ല ഇന്ന് ഒത്തിരി സാരി ഉണ്ട് ഫങ്ഷൻ വെയറിന് കൊടുക്കണം. ആ സോഫ്റ്റ് ബനാറസിൻ്റെ അടിപൊളി സാരി. ഓ ബ്ലൗസ് പീസ് ഇത്, അരികത്ത് ബനാറസ് ഇത്. ആ ഇത് സോഫ്റ്റ്. എന്നാ വില? 1499. 1499. ബ്ലൗസ് പീസ് പ്ലെയിൻ കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ആ സോഫ്റ്റ്, അത് ഇത്രയും സോഫ്റ്റ് ആട്ടോ. ഭയങ്കര കൂളിങ്ങുമാണ്. കണ്ടാൽ വില കൂടിയ സാരിയെ സെയിം ലുക്ക് തോന്നിക്ക്. ബനാറസ് ചുരിദാറും ബനാറസും ഒക്കെ അടിപൊളി അടിപൊളി. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സാരി ഉള്ളോന്ന്. ഈ സാരി ഒക്കെ പിന്നെ റീസ്റ്റോക്ക് വന്നതാണ്. റീസ്റ്റോക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ബാലൻസ് വന്നു കേട്ടോ. ഇതിൻ്റെ വേറെ പ്രിൻ്റാണ് കാണിച്ചത്. ഇതിൻ്റെ ഈ വില കാരണമാണ് ഇത് അപ്പടി വിറ്റ് പോണതും ഞാൻ ഇത്രയും എടുത്തതും. ഇതിനെത്രയാണ്? 1399 ബ്ലൗസ് ഇത്. അപ്പോൾ അത് കാരണം കെട്ടുമ്പടി എടുക്കരുത്. നമുക്ക് കെട്ടുമ്പടി അടുത്ത കാലത്ത് സാരി ഇത്രയും വിറ്റത് ഇതാട്ടോ. കാരണം നമ്മൾ 2000-ക്ക് വിറ്റ സാരികളാണ്. അതിൻ്റെ ഇങ്ങനെ കട്ട് വർക്കിൻ്റെയൊക്കെ വിറ്റേ. പക്ഷെ ഇത് ഭയങ്കര രസമുള്ള എംബ്രോയിഡറികൾ. അപ്പോൾ ഇതിങ്ങനെ വന്നത് അപ്പടി നമ്മളെടുത്തു. നമ്മൾ വന്ന് അപ്പടി എടുക്കുകയത്. കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ വേറെ കാണിച്ചു. ഇത് നേരത്തെ കാണിച്ചതല്ലേ? ഇത് നേരത്തെ എംബ്രോയിഡറി കാണിച്ചതല്ലേ? ഇത് ഫസ്റ്റ് കാണിച്ചത് ഇതാണ്. ഭയങ്കര രസമാട്ടോ. നിങ്ങൾക്ക് പ്രസൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനും കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ചുരിദാറടിക്കാം, ഷോളാക്കാം, ഓക്കും ഒക്കെ യൂസ് ചെയ്യാം. അത്രയും എംബ്രോയ്ഡറി ഇല്ലേ, നല്ല കളർ. ഇത്രയും സാരി ഫുൾ എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ നോക്കുക 1399 ഉള്ളൂ. 2 വശം എംബ്രോയ്ഡറി ആണ് നോക്കണേ. ഇനി കുറച്ച് സാരി, ശരിക്കും പറഞ്ഞാൽ ഓഫർ സാരി എന്ന് പറയാൻ പറ്റില്ല. ഇത് 2 ആഴ്ച മുമ്പല്ലേ ഇട്ടേ. 2 ആഴ്ച മുമ്പ് ഇട്ടതാ. കുറേ റീസ്റ്റോക്ക് വരുത്തിയായിരുന്നു. അപ്പോൾ കുറേ അധികമായി. അപ്പോൾ ഇനി അത് കാരണം ഇച്ചിരി വില കുറച്ച് 2-3 കളേഴ്സൊക്കെ ഉള്ളൂ. ഇച്ചിരി വില കുറച്ചിട്ടേക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഇതിന് ഈ വിലയ്ക്കൊന്നും കിട്ടിയേ കേട്ടോ. അത്രയ്ക്കും കുറേ നമ്മൾ റീസ്റ്റോക്ക് വരുത്തി. അടിപൊളി. ഈ ഇൻസ്റ്റേ കാണുന്ന ഹാൻഡ്ലൂം സാരിയാണ്. നമ്മൾ ഉണ്ടോ? ഓ എൻ്റെ അമ്മേ, ഇതൊക്കെ ഈ സോണിയാഗാന്ധിയൊക്കെ യൂസ് ചെയ്യണ ഹാൻഡ്ലൂം സാരികൾ. ഡോക്ടർമാർക്കും ഇതൊക്കെ ചുമ്മാ ന്യൂജൻ പിള്ളേർ കൊടുക്കണ ഹാൻഡ്ലൂം സാരി. എത്രയാണ്? 1499 എല്ലാം. ഇത് 999 ആട്ടോ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒത്തിരി ബാക്കി വന്നിട്ടോ. നമ്മൾ കണ്ടമാനം റീസ്റ്റോക്ക് വരുത്തിയായിരുന്നു. അടിപൊളി സാരി. 2 ട്രിപ്പ് മുമ്പ് വരുത്തിയതാണ്. നമ്മുടെ കടയിൽ വെക്കാനുള്ള സ്ഥലമില്ല. അതങ്ങനെയാണോ? അല്ലതാണ്.
മോള് കാണിക്കും. അത് മുന്താണിയല്ലേ? സൂക്ഷിച്ചു കൊടുത്ത സ്റ്റഫ് കണ്ടോന്നേ. ഈ ഹാൻഡ്ലൂം എന്ന് തന്നെ പറയാനല്ല, ലിനം പോലത്തെ അല്ലേ, കനം കുറഞ്ഞ നല്ലൊരു സൈസ് സാരികൾ ഇതിലൊക്കെ ഈ എല്ലാം വലിയ മുഴുത്ത ഉണ്ടമാലയൊക്കെ ഇട്ടിങ്ങനെ ഈ മോഡേൺ അതുപോലെ ഉടുക്കാനെന്നാ സുഖം. കൂളിങ്ങും ന്യൂജൻ ഹാൻഡ്ലൂം സാരി കേട്ടോ. 999 ഉള്ളൂ കേട്ടോ. അടിപൊളി. പ്ലെയിൻ ബ്ലൗസ് പീസാ അല്ലേ? പ്ലെയിൻ ബ്ലൗസ് പീസ് അല്ല, സെയിം തന്നെ റണ്ണിങ് ബ്ലൗസ് പീസാണ്. ഇതിവിടെ ഇങ്ങനെയാണോ അപ്രവശ്യാൽ? അങ്ങനെയല്ല തന്നെ അല്ലേ? ചെക്ക് മുന്ത കുറേ ഇട ചെക്ക് വന്നിട്ട് എല്ലാം മോഡേൺ ആർട്ടാണ്. മോഡ് ഇങ്ങനെ വന്നെ. ഇത് കറക്റ്റ് ഇത് പുറമാണോ? നിങ്ങൾ തന്നത് തെറ്റിച്ചാണോ? തന്നത് തെറ്റിച്ചല്ലേ? ഇതല്ലേ നല്ല വശം? ഇത് പിടിച്ചേ ഒരു മിനിറ്റ്. അകവും പുറമോ കൂടെ ഇല്ല. ഞാൻ നല്ല സ്റ്റഫാണ് എൻ്റെ ദൈവമേ. എനിക്കിപ്പോൾ സാരി ഉടുക്കാനൊക്കെ തോന്നാറുണ്ട്. ഇത് ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? സുഹാസിനി സ്റ്റൈലിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതാ നല്ല വശം. അകവും പുറയില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏതെങ്കിലും വശം ആക്കാം. 999 ഉള്ളൂ കേട്ടോ. ഞാനിത് അയച്ചത് വലിയ കസേരയൊക്കെ ഇട്ടില്ല. സെയിം ഫോൾഡിങ് മടക്കാൻ. അയ്യോ അങ്ങനെ അങ്ങോട്ട്. ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ ലിനൻ കൂടിയ ഹാൻഡ്ലൂം. നമ്മുടെ പണ്ടത്തെ ഹാൻഡ്ലൂം അല്ല, ഭയങ്കര വെറൈറ്റി ഹാൻഡ്ലൂം സാരികളാണ്. ഡോക്ടർ പിള്ളേർ അങ്ങനെ വലിയ അങ്ങനെ ഡോക്ടർമാർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഫഷണൽ ഇതും എല്ലാവരും അധികം ഹാൻഡ്ലൂമല്ല യൂസ് ചെയ്യണേ. ഇതാ ഇത് 799 കേട്ടോ. ഇതിൻ്റെയൊക്കെ വേറെ ഇരിപ്പുണ്ടേ. ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ചാൽ ടാസൽ സാരി ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ പ്രത്യേകതയുള്ളൊരു ഹാൻഡ്ലൂം സാരികളാട്ടോ. നല്ല സോഫ്റ്റും ഇങ്ങനെ ഒത്തിരി കഞ്ഞി പിഴിഞ്ഞ് വടി പോലെ കൊടുക്കണയല്ല. ഭയങ്കര ഒരു ഇതിങ്ങനെ ഇതെത്ര? ഇത് കലങ്കാരിയുടെ ബ്ലൗസ് പീസ്, ഹാൻഡ്ലൂം തന്നെ. ഇതിൻ്റെ ഇതേ കോൺട്രാസ്റ്റ് ഇങ്ങനെ. ഇത് 699 കേട്ടോ. 1050-ൻ്റെയാണ് 699. ഇത് ഒത്തിരി റീസ്റ്റോക്ക് അടിച്ചിട്ടുണ്ട്. ഇനി എല്ലാ കളേഴ്സും ഇങ്ങനെ കാണിക്കാതെ. $699. ഇവിടത്തുണ്ടല്ലോ ഹാൻഡ്ലൂമല്ലേ. ഒക്കെ പണ്ട് സാരിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന കാലം. ഇന്ന് ഞങ്ങളുടെ റീയൂണിയൻ ഉണ്ട് 10ാം ക്ലാസ്സുകാരുടെ. എല്ലാവരും സാരി ആയിരിക്കും. അവരൊക്കെ മെല്ലിച്ചിരിക്കണേ. അവർക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാനാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ മെല്ലിച്ചിരിക്കണം. ഞാൻ മാത്രം എങ്ങനെ ഈ തടി വെക്കണമെന്ന് എനിക്കറിയാൻ പാടും. ഇനി കാണിക്കണ കോട്ടയം നമ്മൾ കാണിച്ച എപ്പോഴും ഇനിയും ഇവിടെ പുതിയത് റീസ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അല്ല റീസ്റ്റോക്ക് അല്ല കേട്ടോ, നമ്മൾ വീഡിയോ പിടിക്കാൻ ഈ കോട്ട. അത് കാരണം ഇത് മറ്റേ ഓഫറിൻ്റെ കൂടെ സാരിയുടെ കൂടെ ഇടാത്തതിൻ്റെയൊക്കെ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ചെയ്തതിൻ്റെ പല പല ഡിസൈനുകളാണ്. ഇത് 599. ഇവിടെ തല്ലിക്കൊല്ലും. പെട്ടെന്ന് എടുത്തോ. ഇനി ഇതിനടി കൂടിയിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ഒത്തിരി കുറച്ചാലത്തെ കുഴപ്പമെന്ന് വെച്ചാൽ വേറെ കടയിലൊക്കെ അവർക്കൊക്കെ ഒന്നും മുതലാവില്ല. ഞങ്ങൾക്ക് ഓൺലൈൻ ചെയ്യണ കാരണം ഇങ്ങനെ കുഴപ്പമില്ല. എല്ലാവരും ജീവിക്കണ്ടേ. 599. പല പല ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് എടുത്തോണ്ട് കൊണ്ടുള്ളൂ. ഇനി വേറെ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ഡിസൈനിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ട് തരും. 599. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണോ അല്ലേ? 599. നല്ല കോട്ട സാരികളാണ്. ഇനിയത്തെ സാരി
ഇത് റണ്ണിങ്ങും സാരി ഒത്തിരി എടുത്തായിരുന്നു നമ്മൾ. ഇത് 499. കളർ മാത്രം കാണിച്ചാൽ പോരെ. റണ്ണിങ് കേട്ടോ. ബ്ലൗസ് പീസ് ഇങ്ങനെ വേറെ ഒന്നുമില്ല, സെയിം തന്നെയാണ്. 499. ഇതിൻ്റെ റണ്ണിങ് മേടിച്ചാൽ ഇതിലും വിലയാട്ടോ. ഈ വിലയ്ക്ക് കിട്ടില്ല, പെട്ടെന്ന് എടുത്തു. 499. അപ്പോൾ വീഡിയോ തീർന്നു. അയ്യോ, ഞാൻ സാരി മുന്നോട്ടെടുത്ത കഥ പറയട്ടെ, സമയമുണ്ട് കേൾക്കാൻ. അതെ എൻ്റെ 22 വയസ്സോ 3 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ്, 21 22. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റിയുടെ കല്യാണത്തിന് ആൻറ്റീനൊക്കെ എന്നെ അത് കഴിഞ്ഞാൽ വീടിനെ കടിച്ച് ഞാൻ സാരി കോളേജിൽ നിർമ്മല കോളേജിൽ ആദ്യമായിട്ട് സാരി മുന്നോട്ട് കൊടുത്ത വ്യക്തികൾ ഞങ്ങൾ 2-3 ഫ്രണ്ട്സായിരുന്നു കേട്ടോ. അന്ന് ചെറുക്കന്മാർ കൂവിയൊന്നും പറയണ്ട. അത് കഴിഞ്ഞിട്ട് ആൻറ്റിയുടെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ പിറവമ്പള്ളിയിൽ കേട്ടോ വിരിപ്പാവ് സാരി ഇങ്ങനെ കസവ് ഇങ്ങനെ ഫ്രണ്ടിയിട്ട് കൊടുത്ത് ഇങ്ങനെ വലിയ കുത്തി സകല മനുഷ്യരും എന്നെ നോക്കോട്ടെ, ഇങ്ങനെ ആരും ഗോഷ്ടി കാണിച്ച് ഇറക്കണില്ലോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ, അത് എൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറണമെന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ നോക്കണ്ട, അതിൻ്റെ കണ്ണ് മുഴിച്ചു എന്നെ കണ്ടു കേട്ടോ. അപ്പോഴേ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവം പന്തിയായിരുന്നു. അവിടെ നിൽക്കടിയെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ ഓർന്നു പുറമ്പള്ളിക്ക് വട്ടം കല്യാണം നടക്കണം. അവിടെ എൻ്റെ അപ്പം പുറകെ എൻ്റെ അമ്മച്ചി ആങ്ങളമാര് എൻ്റെ കെട്ടുവാനൊക്കെ എൻ്റെ അപ്പനെ പിടിച്ചു നിർത്താൻ അവിടെ ഇട്ട് തന്നെ അടിക്കാനുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ അയ്യോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പുറമ്പള്ളിക്ക് വട്ടം 2-3 വട്ടം ഓടി. പിന്നെ ഞാൻ അവിടെ ഏതോ ബാത്റൂമിൽ ഏതാണ്ട് പിടിച്ച് കയറി. ചാച്ചനെ എല്ലാവരും ആശ്വസിപ്പിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇനി അവക്കടെ കാര്യം അവക്കടെ കെട്ടുവാനോട് ചോദിച്ചിട്ടല്ലേ ഇവിടുത്തെ എല്ലാവരും നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞ് അമ്മച്ചി ചോദിക്കണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ മറ്റേപ്പാട് ഉടുത്തു സാരി എൻ്റെ പൊന്നുള്ളി. അതോടുകൂടി ഫ്രണ്ടിട്ട് ഉടുക്കൽ നിന്ന് പോയി. അപ്പോൾ സാരി ഫ്രണ്ടിട്ടൊക്കെ പണ്ട് ഉടുക്കുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനത്തെ ഒരു കഥ പറഞ്ഞതാണ്. ഓരോ കാര്യങ്ങൾ എങ്ങനെ എൻ്റെ ഡാൻസുകളിൽ നിന്ന് പോയ പോലെ എൻ്റെ അപ്പൻ ഓരോന്നും എന്നെ അങ്ങനെ നിർത്തിച്ചതാണ്. അപ്പോൾ അതേ രേവതി ഗോൾഡൻ ഡയമണ്ട്സിലെ ഫെസ്റ്റിൻ്റെ കാര്യം മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.